യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യം. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ കാണുവാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പ്രാധാന്യത നിറഞ്ഞ ഒരു അധ്യായമാണ് 9-ാം അധ്യായം. 41 വാക്യങ്ങളുണ്ട്. ഈ 41 വാക്യങ്ങളിലും ഒരേ ഒരു മനുഷ്യനെക്കുറിച്ചുള്ളതായ പ്രതിപാദ്യമാണ്. അവൻ്റെ ജനനം, അവൻ്റെ ജീവിതം, അവൻ്റെ തൊഴിൽ, അവൻ്റെ വിടുതലിനെ അടിസ്ഥാനമാക്കി വിടുതലിനെ തുടർന്ന് സമൂഹത്തിൽ നിന്ന് അവൻ അനുഭവിക്കേണ്ടി വന്ന അവൻ്റെ കുടുംബം, മാതാപിതാക്കൾ, സ്വന്തക്കാർ ഒക്കെ അനുഭവിക്കേണ്ടി വന്നതായ വലിയ ഒരു വേറുകൃത്യം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെയും കൈവിടാതെ അവനെ ചേർത്തുകൊണ്ട അരുമനാഥൻ. 41 വാക്യങ്ങളിലും വളരെ സ്പഷ്ടമായി നാം വായിച്ചു നോക്കിയാൽ ഓരോ വാക്യങ്ങളും ഇന്ന് നമ്മോടും ഓരോരുത്തരോടും സംസാരിക്കുന്ന വചനങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നാം ജീവിക്കുന്നതായ ഈ ലോകത്തൊക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടുവരുന്നതായ കാര്യങ്ങളാണ്. ഇതിൻ്റെ മുഖവരിയായി ഞാൻ പറഞ്ഞുവല്ലോ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നുവെന്ന്. എന്നാൽ എത്രയോ പ്രഭാതങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കുരുടന്മാരുണ്ട്. അങ്ങനെ ഒരു കുരുടനെ കുറിച്ചാണ് ഈ 9-ാം അധ്യായം മുഴുവനും പ്രതിപാദിക്കുന്നത്. അവൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജന്മനാൽ കുരുടനായി പിറന്നവൻ. പ്രൈസ് ദി ലോർഡ്. പിറക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിൽ കഷ്ടത തുടങ്ങി. നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങി, നോക്കൂ, മാതാപിതാക്കളുടെ ഗുണം കൊണ്ടാ കുഞ്ഞ് അന്ധനായി പിറന്നത്. നമുക്കങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ എത്ര ദുഃഖം കാണും. ആ ദുഃഖം അവിടെ തളം കെട്ടി നിൽക്കാൻ തുടങ്ങി. ആ സംസാരം നിന്നില്ല. ഓരോ ദിവസം കഴിയും തോറും ആ സംസാരം വർദ്ധിച്ചു കൊണ്ടിരുന്നു. പ്രസ്തുത വിഷയം കർത്താവിൻ്റെ മുൻപിൽ ഒരു ദിവസം കൊണ്ടുവരികയുണ്ടായി. കർത്താവിനോട് ഒരു കൂട്ടം മനുഷ്യർ വന്ന് ചോദിച്ചു, കർത്താവേ, ഈ കുരുടനായി പിറന്നവൻ്റെ വീട്ടിലെ അവസ്ഥയൊന്ന് നോക്കുക. അവൻ കുരുടനായി പിറന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ കുഴപ്പം കൊണ്ടാണോ അതോ മാതാപിതാക്കളുടെ കുഴപ്പമോ? കർത്താവ് പറഞ്ഞു, ഇവരുടെ രണ്ടുപേരുടെയും കുഴപ്പമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടേണ്ടതിനാകുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുവാനുള്ളത്, നമുക്ക് ചില ബലഹീനതകൾ ഉണ്ടാകുമ്പോൾ അത് പഴിചാരാനുള്ള ബലഹീനതയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അതിൽ കൂടെ കാണുവാൻ നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിനാകുന്നു. കർത്താവ് പറഞ്ഞു, പകൽ ഉള്ളിടത്തോളം നാം അവൻ്റെ പ്രവൃത്തികളെ കാണണം, പ്രവൃത്തികളെ ചെയ്യണം. എന്നാൽ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നു. കാഴ്ചയുള്ളവരെക്കോട് സംസാരിക്കുകയാണ് കർത്താവ്. നിനക്ക് കാഴ്ചയുണ്ടെങ്കിലും, നിനക്ക് കേൾക്കുവാൻ കഴിവുണ്ടെങ്കിലും, നിനക്ക് കൈകാലുകൾ ഉണ്ടെങ്കിലും, നിനക്ക് പ്രവൃത്തി ചെയ്യുവാനും കാണുവാനും കേൾക്കുവാനും കഴിയാത്തതായ, കൂരിട്ട് നിറഞ്ഞതായ, സ്പർശന ശക്തിയുള്ളതായ ഒരു ഇരുട്ട്, അന്ധകാരം ഭൂമിയെ തേടി വരികയാണ്. അങ്ങ് ദൂരെ ഇന്ന് പ്രകാശം കൊടുക്കുന്നതായ സൂര്യനും ചന്ദ്രനും പ്രകാശം കൊടുക്കാതെ മങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറയാണ്, ഏത് മഹാനും ഏത് ടെക്നോളജികൾക്കും പ്രവർത്തിച്ചുകൂടാൻ കഴിയാത്തതായ ഒരു ഇരുട്ട് വരുന്നു. ആ ഇരുട്ടിനെ സൃഷ്ടിച്ചവൻ മനുഷ്യൻ്റെ പ്രവൃത്തികളെ നിർവീര്യമാക്കും. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മഹത്വത്തെക്കുറിച്ച് ലോകം മനസ്സിലാക്കുന്നതിന് വേണ്ടി. കുരുടനായി പിറന്നവൻ വളർന്നു. പേരും അപവാദങ്ങളും ഒരുപാട് കഷ്ടങ്ങളും ഭവനത്തിൽ അവന് സഹിക്കേണ്ടി വന്നു. വീട്ടുകാർക്ക് അവനെ നോക്കുവാൻ കഴിവില്ലാതായി. അവൻ ജീവിതാർത്ഥം ക്ഷേത്രങ്ങളുടെ മുൻപിലും പള്ളികളുടെ മുമ്പിലും ചന്തസ്ഥലങ്ങളിലും ഭിക്ഷയാചിക്കുന്ന തൊഴിൽ അവൻ തേടിയെടുത്തു. പ്രൈസ് ദി ലോർഡ്. എങ്കിലും അവൻ്റെ ഹൃദയം വെമ്പിക്കൊണ്ടിരുന്നു. ദൈവത്തെ കാണുവാനും ദൈവത്തോട് സംസാരിക്കുവാനും ഒരു ദിവസം എൻ്റെ ദൈവത്തെ എനിക്ക് കാണുവാൻ കഴിഞ്ഞേക്കും എന്നുള്ളതായ ഒരു പ്രത്യാശ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം കർത്താവ് അവനെ കണ്ടു. അവൻ്റെ അടുത്ത് വന്നു. അവൻ്റെ കണ്ണിൽ ചേറ് പുരട്ടിയിട്ട് പറഞ്ഞു, ശിലോഹാം കുളത്തിൽ പോയി നീ കഴുകുക, എന്നാൽ നിനക്ക് സൗഖ്യം കിട്ടും. അനുസരണം ശീലമാക്കിയതായ
ഏത് കുളത്തിലും പോയി ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൗഖ്യത്തിന് വേണ്ടി അത്രത്തോളം അവൻ ആഗ്രഹിച്ചു. അവൻ ഓടിപ്പോയി, കഴുകി, സൗഖ്യമായി. തിരിച്ചു വന്നപ്പോൾ പണ്ടത്തേതിനെക്കാട്ടിലും പ്രയാസം. ഇളകി, ലോകം ഇളകി, പരീശന്മാർ ഇളകി, പള്ളിപ്രമാണികൾ ഇളകി. അവൻ്റെ കൂടെ പള്ളിയിൽ അവൻ്റെ കുടുംബത്തോടൊപ്പം, അവൻ്റെ മാതാപിതാക്കളോടൊപ്പം ആരാധിച്ചിരുന്നവരെല്ലാം പ്രയാസമുണ്ടാക്കി. ശബത്തിൻ്റെ പേര് പറഞ്ഞ്, ശബത്തിൻ്റെ ദിവസം പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ചോദ്യം ചെയ്യൽ ഒന്നൊന്നായി, ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, പല പ്രാവശ്യം തിരിച്ചും മറിച്ചും അവൻ്റെ വിടുതലിനെ വിമർശിച്ചും കൊണ്ട് ലോകം മാതാപിതാക്കളെ ചോദ്യം ചെയ്തു. ഈ പ്രസ്തുത വ്യക്തി സൗഖ്യം ലഭിച്ചവനെ ചോദ്യം ചെയ്തു. ചോദ്യത്തിനെല്ലാം അവർ കൊടുത്തതായ മറുപടി വളരെ ആശ്ചര്യകരമാണ്. എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ചോദ്യത്തിൻ്റെ ഒടുവിൽ എല്ലാത്തിലും ഈ പള്ളിപ്രമാണികൾ തോറ്റുപോയപ്പോൾ അവർക്ക് പിന്നെ ചെയ്യുവാനുണ്ടായിരുന്ന ഒരേ ഒരു വഴി അവനെ പുറത്താക്കുക, അവനെ സമൂഹത്തിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എങ്കിലും അവന് വിടുതൽ കൊടുത്തവൻ ആ പുറത്താക്കലിനെ കുറിച്ച് കേട്ടു. അവനെ പുറത്താക്കി എന്ന് യേശു ഒരു ദിവസം കേട്ടു. സൗഖ്യം നിമിത്തം പുറത്താക്കപ്പെട്ട, സമൂഹത്തിൽ നിന്ന് നിരോധിക്കപ്പെട്ട കുടുംബത്തെ കർത്താവ് ചേർത്ത് കൊള്ളുവാൻ തീരുമാനിച്ചു. അവനെ തേടി ചെന്നു, അവനോട് ചോദിച്ചു, നിന്നെ എല്ലാവരും പുറത്താക്കിയല്ലേ? സൗഖ്യം നിമിത്തം നിന്നെ പുറത്താക്കിയല്ലേ? ഇന്നലെ വരെ നീ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നപ്പോൾ നിനക്ക് നല്ലൊരു അഡ്രസ്സൊക്കെ അവർ തന്ന ഭിക്ഷക്കാരൻ്റെ ഭവനമെന്ന് അവർ നിന്നെ വിളിച്ചു. ഇപ്പോൾ നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥയെല്ലാം മാറി. നീ കാണുന്നവനാണ്. ദിവസത്തെ കാണുന്നു, മരങ്ങൾ കാണുന്നു, മനുഷ്യരെ കാണുന്നു, അല്ലെങ്കിൽ വാഹനങ്ങൾ കാണുന്നു, പള്ളി കണ്ടു, സകലതും കണ്ടു. നിന്റെ ജീവിതത്തിൽ ഭാഗ്യം തേടി വന്നപ്പോൾ, നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നപ്പോൾ, നിന്റെ മേൽവിലാസത്തിന് വ്യത്യാസം വന്നപ്പോൾ ലോകത്തിന് സഹിച്ചുകൂടാ. ഇത് കേവലം ജെറുസലേമിലും പലസ്തീൻ നാടിലും യഹൂദ്യ നാടിലും മാത്രം നടക്കുന്നൊരു വിഷയമല്ല. നാം ജീവിച്ചു വരുന്ന സമൂഹത്തിലും ഇത് തന്നെയാണ് സംഭവം. ദൈവം ഒരു മനുഷ്യനെ വിടുതലാക്കുമ്പോൾ, ഒരു മനുഷ്യന് സൗഖ്യം കൊടുക്കുമ്പോൾ, ഒരു മനുഷ്യന് കാഴ്ച കൊടുക്കുമ്പോൾ ലോകത്തിന് വലിയ പ്രശ്നമാണ്, സമൂഹത്തിന് വലിയ പ്രശ്നമാണ്, കൂടെ നടക്കുന്നവർക്ക് പ്രശ്നമാണ്, സ്വന്തം കുടുംബത്തിൽ പ്രശ്നമാണ്. ജീവിതത്തിൽ നേരിട്ടിട്ടില്ലാത്തതായ ഒരുപാട് വൈഷമ്യങ്ങളിൽ കൂടെ കടന്നു പോകും. പക്ഷെങ്കിൽ ദൈവമാണ് നിനക്ക് വിടുതൽ തന്നതെങ്കിൽ നിന്നെ സന്ദർശിച്ച് കർത്താവ് എത്തും. നിന്നെ കാണുവാൻ കർത്താവ് കടന്നു വരും. അവനെ തേടി കർത്താവ് വന്നു. അവനോട് കർത്താവ് ചോദിക്കുകയാണ്, എല്ലാവരും നിന്നെ പുറത്താക്കിയല്ലേ? സാരമില്ല, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, കർത്താവേ, ഇത്രയും നാൾ ഞാൻ കുരുടനായി പാർത്തു. എനിക്ക് ദൈവമക്കൾ ആരെന്നും ദൈവമക്കളല്ലാത്തവരാരെന്നും എനിക്കറിയില്ല. ദൈവപുത്രൻ ആരെന്ന് ഞാൻ അറിയുന്നുവെങ്കിൽ, കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവനിൽ വിശ്വസിക്കാം. കർത്താവ് അവനോട് 37 വാക്യത്തിൽ യേശു അവനോട് പറയുകയാണ്, നീ ദൈവപുത്രനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ പുറത്താക്കലിനെ സൗഖ്യ നിമിത്തം, വിടുതൽ നിമിത്തം, രക്ഷ നിമിത്തം, പ്രകാശം നിമിത്തം, കാഴ്ച നിമിത്തം, കേൾവി നിമിത്തം ദൈവപുത്രനിലേക്ക് അനുഭവിച്ച് ദൈവപുത്രൻ്റെ സ്നേഹത്തെ, കരസ്പർശനത്തെ അനുഭവിച്ചറിയുവാൻ ഇടവന്നതിനാൽ നിന്റെ ജീവിതത്തിൽ പുറത്താക്കൽ അനുഭവിക്കുന്നവനാണോ? സമൂഹത്തിൽ വളരെയധികം അപവാദങ്ങളെ അനുഭവിക്കുന്ന മാതാപിതാക്കളാണോ? കർത്താവ് പറയുന്നു, സാരമില്ല, നിങ്ങൾ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ? അവർ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും അതെനിക്ക് പ്രശ്നമല്ല. സൗഖ്യം ലഭിച്ചതായ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ ചോദ്യം വളരെ സ്പർശനാജനകമാണ്. നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കണം. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതായ വിടുതലുകൾ നിമിത്തം നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് വിടുതൽ തന്നവൻ ആരെന്ന് നാം തിരിച്ചറിയണം. സമൂഹം തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും അത് ദൈവത്തിന് പ്രശ്നമല്ല. നിനക്ക് വിടുതൽ കിട്ടിയെങ്കിൽ, നീ സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ, നീ കാഴ്ച പ്രാപിച്ചുവെങ്കിൽ, നിന്നിൽ ആ വിടുതലിനും സൗഖ്യവും ദൈവപുത്രനെ കുറിച്ചുള്ളതായ ഒരു തിരിച്ചറിവ് കൊണ്ടുവരണം. കാരണം ഒരു ദിവസം വരുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി,
ആർക്കും സംസാരിച്ചുകൂടാത്ത രാത്രി. മിടുക്കന്മാരൊക്കെയും ധനവാന്മാരൊക്കെയും ടെക്നോളജികൾ മുഴുവനും ഫെയിലാകുന്നതായ ഒരു രാത്രി മനുഷ്യൻ എതിർപാർക്കുന്നു. മനുഷ്യനത് പ്രതീക്ഷിക്കുന്നു. ബുദ്ധിമാന്മാർ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ജ്ഞാനികൾ അവർ തിരിച്ചറിയുന്നു. ശാസ്ത്രജ്ഞന്മാർ അതിനെ വിവേചിച്ചറിയുന്നു. ഒരു രാത്രി വരുന്നു, മനുഷ്യൻ്റെ പ്രവൃത്തികൾ തോൽക്കുന്ന രാത്രി. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്ന രാത്രിയായി, പ്രഭാതമായി ആ രാത്രികൾ മാറ്റപ്പെടുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ആരെന്ന് അന്ന് ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന വിടുതൽ നിമിത്തം ധാരാളം പുറത്താക്കലിനെ നമ്മൾ അനുഭവിക്കുന്നു. ധാരാളം അപവാദങ്ങളെ നമ്മുടെ സമൂഹം നമ്മളെ കേൾപ്പിക്കുന്നു. സാരമില്ല, ദൈവമാണ് നിന്നെ സ്നേഹിച്ചതെങ്കിൽ, ദൈവമാണ് നിന്നെ വിടുതലാക്കിയെങ്കിൽ, ദൈവമാണ് നിന്റെ മാതാപിതാക്കളെ സ്നേഹിച്ചതെങ്കിൽ, അവനാണ് നിന്റെ അഡ്രസ്സ് മാറ്റി എഴുതിയെങ്കിൽ, ആ അഡ്രസ്സ് നിമിത്തം കാണുന്നവനെന്നും കേൾക്കുന്നവനെന്നും പ്രവർത്തിക്കുന്നവനെന്നും നിന്നെ തിരിച്ചറിഞ്ഞ് നിനക്ക് നല്ലൊരു പുതിയ പേര് തന്ന് ദൈവം നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിന് ദൈവം നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതിനൊരു ഉത്തരം നമുക്കിന്ന് ദൈവത്തോട് പറയുവാനുണ്ട്. യെസ്, ഞാൻ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു. അവൻ എന്നെ കാഴ്ചയുള്ളവനാക്കി, അവൻ എന്നെ കേൾവിയുള്ളവനാക്കി, വിടുതലാക്കി, സൗഖ്യമാക്കി. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ നിനക്കും നിന്റെ തലമുറകൾക്കും ഈ പ്രഭാതം നിനക്ക് ഉപകരിക്കുമെങ്കിൽ, ആർക്കും പ്രവർത്തിച്ചുകൂടാത്തൊരു രാത്രി ഇവിടെ യാമങ്ങളിൽ ദൈവത്തിൻ്റെ പ്രകാശത്തെ ഉദിച്ചു വരുന്നതായ ആ ഉദയസൂര്യൻ്റെ അല്ലെങ്കിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിൻ്റെ മഹത്വത്തെ കണ്ട് അനേക വിശുദ്ധന്മാരോടുകൂടെ നിനക്കും സന്തോഷിക്കുവാൻ ഒരു വകയാകും. God bless you.